നമസ്കാരം, എല്ലാവർക്കും മാലൂസ് പാചകത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുക്കറിൽ മുട്ട ബിരിയാണി വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് കാണാൻ പോകുന്നത്. ആദ്യം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായി, അതിനുശേഷം കുറച്ച് കിസ്മിസ്, കുറച്ച് കശുവണ്ടി പരിപ്പ് വറുത്തെടുക്കാം. അതിനുശേഷം 2 സവാള വറുത്തെടുക്കാം. തീ ഓഫ് ചെയ്തതിനു ശേഷം അതേ എണ്ണയിൽ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 മുട്ട ഞാൻ ചെറുതായിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ഈ മുട്ട ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. 5 ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കാണിച്ചതെല്ലാം നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്യാം, പക്ഷെ എനിക്കത് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അതിൽ ചെയ്തെന്നേ ഉള്ളൂ. ആ കുക്കറിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ പൊരിക്കാൻ എടുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 7 ഏലക്ക, 5 ഗ്രാമ്പു, 1 തക്കോലം, 1 വയണയില, 3 കഷ്ണം പട്ട ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള വഴണ്ടു വരുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 ചെറിയ ഉള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 7 പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. നമുക്കിനി ഇത് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ ചെറുതായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയുടെ പകുതി, പുതിനയില, കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട നന്നായി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം. ഇവിടെ ഞാൻ 1.5 കപ്പ് ബാസ്മതി റൈസ് 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ മസാലക്കൂട്ട് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കശുവണ്ടി പരിപ്പ്, ഉണക്കമുന്തിരിയും വറുത്തതും പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. മല്ലിയില 1/2 കപ്പും പുതിനയില 1/4 കപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം.
വിസിൽ വരേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ 8 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മാളൂസ് പാചകം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്